ഗൈസ് അങ്ങനെ എൻ്റെ എക്സാം ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഡേ ഞങ്ങൾ നൈറ്റ് എല്ലാവരും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ആ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ. അത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഹെവി ആയിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഫ്രൈഡ് റൈസ് കഴിക്കാൻ കയറിട്ടോ. ഫസ്റ്റ് മാംഗ്ലൂർ വന്ന സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലൊക്കെ ഇവിടുന്ന് പോയാൽ മതി എന്ന് കേട്ടോ. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവിടെ നിന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ പോകാനായതോടുകൂടി എല്ലാവരും മിസ് ചെയ്യുമല്ലോ, ഇവിടം വിട്ട് പോകണല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടമൊക്കെ ആണെങ്കിലും പി ജിയിൽ ഇറങ്ങിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ മര്യാദയ്ക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ആദ്യം ഹോസ്റ്റലായിരുന്ന സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഇനി അങ്ങനെ പിറ്റേ ദിവസമായി ഓരോന്ന് അടുക്കി പെറുക്കി വെക്കലേനും കേട്ടോ രാവിലെ തന്നെ ഉള്ള പരിപാടി. എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. കാരണം കുറേ സാധനങ്ങളും പാണ്ടക്കെട്ടൊക്കെ തിരിച്ച് കൊണ്ടുപോകണം. ആദ്യമൊക്കെ നാട്ടിൽ പോകുന്ന സമയത്ത് ഉള്ള തുണിയും സാധനങ്ങളും ഒക്കെ എങ്ങനെയെങ്കിലൊക്കെ തൂക്കി കെട്ടി വേഗം ട്രെയിൻ കയറലായിരുന്നു പരിപാടി. പക്ഷേ ഇപ്പോൾ എല്ലാം കൂടി ഒന്ന് എടുത്ത് വീട്ടിൽ പോവാണല്ലോ എന്നൊക്കെ ആലോചിച്ച് എടുത്ത് വെക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. എൻ്റെ കണ്ണ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, തലേ ദിവസം രാത്രി എല്ലാവരും നല്ല കരച്ചിലായിരുന്നു. ഇതാണ് ഞങ്ങളുടെ പി ജിയിലെ വാർഡൻ. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് എല്ലാവരും പോകാൻ ഒരുങ്ങുകയാണ്. എല്ലാ ഫ്ലോറിൽ കയറിയപ്പോഴും എല്ലാവരും ഇങ്ങനെ ഓരോന്ന് അടുക്കി പെറുക്കി വെക്കുന്ന തിരക്കിലൊക്കെ ആണ് കേട്ടോ. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ഉള്ള പോലെ എല്ലാവരും ഒരു നാട്ടുകാരോ എല്ലാവരെയും തോന്നുമ്പോൾ കാണാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല. കാരണം ഓരോരുത്തർ ഓരോ നാട്ടുകാരാണ്. അപ്പോൾ എല്ലാവരും ഇനി എന്നാ കാണാമെന്ന് പോലും അറിയില്ല. അതുകൊണ്ട് ആ യാത്ര പറച്ചിലിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും ട്രെയിൻ എത്തി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഓരോ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് പി ജിയിൽ വന്ന് സാധനങ്ങളൊക്കെ കെട്ടി ട്രെയിനിൽ കയറ്റി. ഉച്ചയ്ക്കാണ് കേട്ടോ ഞങ്ങൾ ട്രെയിൻ കയറിയത്. അത് ഏകദേശം സന്ധ്യ ഒരു 7 മണിയൊക്കെ ആവും കോഴിക്കോട് എത്താൻ വേണ്ടിയിട്ട്. ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ കണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോകണ്ടേ. അങ്ങനെ ഏച്ചി ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓര് വന്നു, ഓരോ വണ്ടിയിൽ സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഇവിടുത്തെ കുഞ്ഞു തട്ടുകടകളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ഇങ്ങനെ ഫുഡ് കോർട്ടുകളാക്കിയിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചായയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടുണ്ടായി. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ 3 വർഷത്തെ ജീവിതം കഴിഞ്ഞ് ഇവിടെ എത്തിയ സമയത്ത് ആ ഒരു റിയാലിറ്റി ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലേനു. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.